മധുരമായ കുട്ടികളെ, ഓരോരുത്തരുടെയും നാഡി പരിശോധിച്ച് ആദ്യം അവരിൽ അല്ലാഹുവിനുമേൽ നിശ്ചയം ഉണ്ടാക്കൂ, പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകൂ. അല്ലാഹുവിൽ നിശ്ചയം ഇല്ലെങ്കിൽ പിന്നെ ജ്ഞാനം നൽകുന്നത് സമയം വ്യർത്ഥമാക്കലാണ്. ചോദ്യം: ഏതൊരു മുഖ്യമായ പുരുഷാർത്ഥമാണ് സ്കോളർഷിപ്പ് നേടുന്നതിന് അധികാരിയാക്കി മാറ്റുന്നത്? ഉത്തരം: അന്തർമുഖതയുടെ. നിങ്ങൾക്ക് വളരെ അന്തർമുഖിയായി ഇരിക്കണം. ബാപ്പ് മംഗളകാരിയാണ്. ഉപദേശം നൽകുന്നത് മംഗളത്തിനായാണ്. ആരാണോ അന്തർമുഖിയായ യോഗി കുട്ടികൾ, അവർ ഒരിക്കലും ദേഹാഭിമാനത്തിൽ വന്ന് പിണങ്ങുകയോ വഴക്കിടുകയോ ചെയ്യില്ല. അവരുടെ പെരുമാറ്റം വളരെ രാജകീയവും സുന്ദരവുമായിരിക്കും. വളരെ കുറച്ചേ സംസാരിക്കൂ. യജ്ഞസേവനത്തിൽ താൽപര്യമുണ്ടാകും. അവർ ജ്ഞാനം അധികം പറയില്ല. ഓർമ്മയിൽ ഇരുന്ന് സേവനം ചെയ്യും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. യോഗത്തിൽ വളരെയധികം പരിശ്രമമുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ എത്ര സമയം ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നുണ്ട് എന്നത് ട്രേൽ ചെയ്ത് നോക്കണം. ഓർമ്മയിൽ ഇരിക്കുന്നതിലാണ് മംഗളമുള്ളത്. മധുരമായ പ്രിയതമനെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കണം. 2. സൂക്ഷ്മബുദ്ധിയായി ഈ ഡ്രാമയുടെ രഹസ്യത്തെ മനസ്സിലാക്കണം. ഇത് വളരെ വളരെ മംഗളകാരിയായ ഡ്രാമയാണ്. നമ്മൾ എന്താണോ പറയുന്നത് അഥവാ ചെയ്യുന്നത്, അത് വീണ്ടും 5000 വർഷങ്ങൾക്കുശേഷം ആവർത്തിക്കും. ഇതിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി സന്തോഷമായിരിക്കാം. വരദാനം: തന്റെ ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെ പരമാത്മജ്ഞാനത്തിന്റെ പ്രത്യക്ഷ തെളിവ് നൽകുന്നവരായ മായ പ്രൂഫ് ആയി ഭവിക്കൂ. സ്വയത്തിൽ പരമാത്മജ്ഞാനത്തിന്റെ പ്രത്യക്ഷ തെളിവാണ് മായ പ്രൂഫ് ആയി മാറുന്നത്. താങ്കളുടെ ശ്രേഷ്ഠമായ പവിത്ര ജീവിതം തന്നെ പ്രത്യക്ഷ തെളിവാണ്. എത്ര വലിയ അസംഭവമായ കാര്യമാണ് സംഭവമാക്കി മാറ്റിയത്. അതാണ് പ്രവൃത്തിയിലിരുന്നു കൊണ്ടും ഉപരാമമായിരിക്കൂ. ദേഹത്തിന്റെ ലോകത്തിലെ സംബന്ധങ്ങളിൽ നിന്നും വേറിട്ടിരിക്കൂ. പഴയ ശരീരത്തിലെ കണ്ണുകളിലൂടെ പഴയ ലോകത്തിലെ വസ്തുക്കളെ കണ്ടുകൊണ്ടും കാണാതിരിക്കൂ. അതായത് സമ്പൂർണ്ണ പവിത്ര ജീവിതം ജീവിക്കൂ. ഇതാണ് പരമാത്മ പ്രത്യക്ഷത ചെയ്യാനുള്ള അല്ലെങ്കിൽ മായാപ്രൂഫായി മാറാനുള്ള സഹജമായ മാർഗം. സ്ലോഗന്: അറ്റൻഷനാകുന്ന കാവൽക്കാരൻ നല്ലതാണെങ്കിൽ അതീന്ദ്രിയ സുഖമാകുന്ന ഖജനാവ് കൊള്ളയടിക്കില്ല.